ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് 3 ലെയർ ഫെദറിന്റെ ഒരു ട്രാൻസിഷൻ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീഡിയോസിലേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ റിസ്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനായി നിങ്ങൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു വീഡിയോ ക്ലിപ്പ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ടിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇനി ക്യാപ്കട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VN ഇൻഷോട്ട് ഏത് വീഡിയോ എത്തി ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ ക്യാപ്കട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിന്റെ മേലേക്കാണ് നമ്മൾ ഇനി 3 ലെയർ ആക്കിയിട്ട് വീഡിയോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു മാസ്ക് ആയിട്ടുള്ളത് അല്ലാതെ ഈ ഒരു ഫെദർ ടൈപ്പിൽ. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓവർലേ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾ കാണുന്ന ഒരു മാസ്ക് എന്നൊരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിലെ ഫസ്റ്റ് ഹൊറിസോണ്ടൽ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ട് വീഡിയോ നിങ്ങൾ ഒരു ഓവർലേ ആക്കിയിട്ട് 3 ലെയർ ആക്കിയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അത് താഴത്തേക്കാണ് വെക്കുന്നത് വെച്ചാൽ നിങ്ങൾ താഴത്തെ ഒരു ഇൻവെർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് സെൻട്രലായിട്ട് വന്നിട്ട് യെല്ലോ ലൈൻ്റെ അവിടെ കാണാൻ നിങ്ങൾക്ക് ചെറിയൊരു ഏര ജസ്റ്റ് നിങ്ങൾ താഴത്ത് നീക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൈഡ് ചെറിയൊരു ഫെദർ ടൈപ്പിൽ കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിയത്തെ ലെയർ സെറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത നമ്മൾ ഇനി ചെയ്യുന്നത് ഏറ്റവും മേലത്തെ ലെയറാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ ഓവർലേ ആക്കിയിട്ട് വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം മാസ്കിൽ പോയിട്ട് നിങ്ങൾ ഹൊറിസോണ്ടൽ കൊടുക്കുക. ഹൊറിസോണ്ടൽ നിങ്ങൾ ഇൻവെർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മേലെ വെക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഏരോ ജസ്റ്റ് ഒന്ന് ഫെദർ ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ അത് നേരെ നമ്മുടെ വീഡിയോന്റെ ഏറ്റവും ടോപ്പിൽ വെക്കുക. അപ്പോൾ നമ്മൾ 1, 2 ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ സെൻറ്ററത്തെ ലെയർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി സെൻറ്ററത്തെ ലെയറിലേക്ക് സെറ്റ് ചെയ്യേണ്ട വീഡിയോയിലേക്ക് അതേപോലെ ആഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നേരെ മാസ്കിൽ പോയിട്ട് നിങ്ങൾ ഹൊറിസോണ്ടൽ കൊടുക്കരുത്. അതിൻ്റെ അവിടെ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ രണ്ടാമത്തെ മിറർ എന്നുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഏരോ നിങ്ങളൊന്ന് ഫെദർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് പിന്നെ നിങ്ങൾ ഈ ഒരു 3 ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് 3 വീഡിയോസിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട സൈസ് അനുസരിച്ച് നിങ്ങൾ ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യണത് ഇപ്പോൾ നിങ്ങളൊരു പ്രിവിലായിട്ട് കാണിച്ചു തന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ഫസ്റ്റ് ആ ഒരു നോർമൽ വീഡിയോക്ക് ഇങ്ങനെ 1, 2, 3 പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഓവർലേ വീഡിയോ വരികയാണ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മേലെ കിടക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്ന വീഡിയോ അല്ലെങ്കിൽ പിന്നെ ഏറ്റവും സെൻറ്റർ കിടക്കുന്ന വീഡിയോ ഇതിലേത് വീഡിയോ നിങ്ങൾക്ക് ആദ്യം വരേണ്ടിച്ചാൽ ആ ഒരു വീഡിയോ ലെയർ നിങ്ങൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ പിന്നെ ഒരു നിങ്ങൾ ആഡ് ചെയ്യുന്ന മ്യൂസിക്കിന്റെ ബീറ്റിന് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓവർലൈൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യണിച്ച അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓരോ ഓവർലൈൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ ഓരോരോ ടൈമിക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഒരു ആനിമേഷൻ കൂടി കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ആനിമേഷൻ വന്നിട്ട് അങ്ങനെ ഒരു എഫക്റ്റ് അവിടെ വരും. ഒരു പ്രിവിലെ വീഡിയോ കാണിച്ചത് പോലെ ആനിമേഷൻ ഞാൻ അതിലെ സൂം 1 എന്നുള്ള ഒരു ആനിമേഷൻ എഫക്റ്റ് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ആനിമേഷനെ നിങ്ങളുടെ വീഡിയോയിലേക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമേഷൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോന്നിനും ഓരോ ആനിമേഷൻ കൊടുത്തിട്ട് നോക്കി നോക്കുക. അപ്പോഴും നല്ല രസമുണ്ടോ വീഡിയോ കാണാൻ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫെദർ ടൈപ്പിലുള്ള ഈ ഒരു 3 ലെയറിന്റെ ഒരു വീഡിയോ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാതെ മനസ്സിലായി എന്ന് വിചാരിക്കും. ചെറിയൊരു വീഡിയോ ആണ്, യൂസ്ഫുൾ ആയിട്ട് വേണ്ടി ലൈക്ക് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനൊക്കെ ട്യൂട്ടോറിയൽസ് പഠിച്ച് കിട്ടാൻ വേണ്ടി നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.